എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ടിക്കറ്റിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് മാർച്ച് 2024 ആണ്. 2024 മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഈ വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം ചോദിക്കും. അതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മാർച്ച് 2024 കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും സുലൂസ് ടിക്കറ്റിക്സിലൂടെ എങ്ങനെ മറക്കാതെ പഠിക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോക ജലദിനം മാർച്ച് 22, 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ്, ജലം സമാധാനത്തിന്. ലോക ജലദിനം മാർച്ച് 22 പലവട്ടം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. മാർച്ച് 22 ഒരിക്കലും ഈ ജന്മത്ത് മറക്കാതിരിക്കാനുള്ള ട്രിക്ക് പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുകൂടി 2 വെള്ളരിപ്രാവ് മാർച്ച് ചെയ്തു പോകും. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുകൂടി 2 വെള്ളരിപ്രാവ് മാർച്ച് ചെയ്തു പോകും. മാർച്ച്. നിങ്ങളുടെ കിണറിൻ്റെ പാതകത്തിലിരിക്കുന്ന തൊട്ടിയിൽ നിന്നും ഈ 2 വെള്ളരിപ്രാവ് വെള്ളം കുടിക്കുന്നു. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ടുന്ന ഇമേജ്. മാർച്ച് ചെയ്യുന്ന 2 വെള്ളരിപ്രാവ് കിണറിൻ്റെ പാതകത്തിലെ തൊട്ടിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ ഒരു കാലത്തും മാർച്ച് 22 നിങ്ങൾ മറക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളുക. വെള്ളരിപ്രാവ് എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. പക്ഷിയുടെ കോഡ് 2 ആണ്. 2 പക്ഷി എന്ന് പറഞ്ഞാൽ 22. മാർച്ച് ചെയ്താണ് പക്ഷി പോകുന്നത് ഞാൻ പറഞ്ഞു. മാർച്ച് ചെയ്താണ് പോകുന്നതെന്ന് പറഞ്ഞു. മാർച്ച് 22. ഓക്കെ, മാർച്ച് 22 ലോക ജലദിനം. ഇനി ഈ 2024 ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ ഫോർ പീസ്, ജലം സമാധാനത്തിന്. സമാധാനത്തിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ് വെള്ളരിപ്രാവ്. ആ വെള്ളരിപ്രാവിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. അത് എന്തിനു വേണ്ടിയാണ് പോയത്? വാട്ടർ ഫോർ പീസ്. ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പോയത് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ ഫോർ പീസ്. ഓക്കെ. ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവികത്താവളം തുടങ്ങിയത്? മിനിക്കോയ് ദ്വീപിൽ. നാവികത്താവളത്തിൻ്റെ പേര് INS ജഡായു. ലക്ഷദ്വീപിൽ ഇന്ത്യ പുതിയ നാവികത്താവളം തുടങ്ങി. അത് ഏത് ദ്വീപിലാണ്? മിനിക്കോയ് ദ്വീപിലാണ്. അതിൻ്റെ പേരെന്താണ്? INS ജഡായു. ജഡായു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, രാവണൻ്റെ സീതാപഹരണത്തെ തടഞ്ഞ പക്ഷിയാണ് ജഡായു. ഏതെങ്കിലും രാവണന്മാർ മിനിക്കോയെ തേടി വന്നാൽ അവരെ തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ജഡായുവിനെ ആർക്ക് കൊടുത്തു? മിനിക്ക് കൊടുത്തു. ഇതാണ് കോഡ്, പഠിച്ചോണം. ജഡായു മിനിക്ക്, ജഡായു മിനിക്ക് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെയാണ്. INS ജഡായു എവിടെ തുടങ്ങി? മിനിക്കോയിൽ തുടങ്ങി. മുത്തയ്യ മുരളീധരനും ഷെയ്ൻ വോണിനും ശേഷം 700 വിക്കറ്റ് എടുത്ത ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. ആൻഡേഴ്സൺ @700. മുത്തയ്യ മുരളീധരനും ഷെയ്ൻ വോണിന് ശേഷം 700 റൺസ് എടുത്ത ഇന്റർനാഷണൽ ക്രിക്കറ്റർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. ആൻഡേഴ്സൺ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. ഇംഗ്ലീഷ് ക്രിക്കറ്റ് പ്ലെയറാണ് ആൻഡേഴ്സൺ. അദ്ദേഹം 700 റൺസ് ക്രോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറിയ കോൾ കൊടുക്കുന്നു, ആൻഡേഴ്സൺ @700. ആൻഡേഴ്സൺ @700 പഠിച്ചിട്ടുള്ള ആൻഡേഴ്സൺ @700. ഓക്കെ. അഴിമതി വിരുദ്ധ അന്വേഷണ ഏജൻസിയായ ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആര്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. AM ഖാൻ. നമ്മുടെ രാജ്യത്ത് അഴിമതി വിരുദ്ധ ലോക്പാലിൻ്റെ അധ്യക്ഷനെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. AM ഖാൻവിൽക്കർ. AM ഖാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. AM ഖാൻ നമ്മുടെ സ്വന്തം ആരിഫ് മുഹമ്മദ് ഖാൻ. AM ഖാൻ, ആരിഫ് മുഹമ്മദ് ഖാൻ. ഞാൻ ആ AM ഖാൻ്റെ കൂടെ എന്തുകൂടെ ചേർക്കുന്നു? ഒരു വിൽക്കർ കൂടെ ചേർക്കുന്നു. AM ഖാൻ വിൽക്കർ. AM ഖാൻ, ആരിഫ് മുഹമ്മദ് ഖാൻ. AM ഖാൻ വിൽക്കർ. AM ഖാൻ വിൽക്കർ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നമ്മൾ മാറ്റി, പുതിയ പേരിട്ടു നാനാ
ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. ആരാണ് അദ്ദേഹം? അദ്ദേഹം ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ സൃഷ്ടാവും മേക്കർ ഓഫ് മോഡേൺ ബോംബെ, ആധുനിക ബോംബെയുടെ സൃഷ്ടാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജഗന്നാഥ് ശങ്കർ സേത്ത്. ആ പേര് നമ്മൾ പഠിച്ചു വെക്കണം. അതാണ് ഇനി നമ്മുടെ മുംബൈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ഇത്രയും മാത്രം പഠിച്ചു വെക്കുക. ജഗന്നാഥ് ശങ്കർ എന്ന് പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ഓർത്തിരിക്കാം. ജഗന്നാഥ് ശങ്കർ എന്ന് പഠിച്ചു വെക്കുക. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ സി വിജിൽ. 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരാതികളും ക്രമക്കേടുകളും റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ ആപ്പിൻ്റെ പേരാണ് സി വിജിൽ. മറന്നു പോയിരിക്കും. നമ്മൾ എങ്ങനെ പഠിച്ചു വെക്കുക? ഇ വിജിൽ എന്ന് പഠിച്ചു വെക്കുക. ഇ വിജിൽ മീൻസ് ഇലക്ഷൻ വിജിൽ. ഇ വിജിൽ എന്ന് പഠിച്ചു വെക്കുക. യഥാർത്ഥ പേരെന്താണ്? സി വിജിൽ. ഓക്കെ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ഏജ് ഫ്രണ്ട്ലി സിറ്റി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം കൊച്ചി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ഏജ് ഫ്രണ്ട്ലി സിറ്റി ആയി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ആരെയാണ്? നമ്മുടെ സ്വന്തം കൊച്ചിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൊച്ചിക്ക് ഒരു പുതിയ ഇനിഷ്യൽ കൊടുക്കുന്നു. അതാണ് കൊച്ചി AF. AF മീൻസ് ഏജ് ഫ്രണ്ട്ലി. ഇതാണ് പുതിയ കൊച്ചി AF. ഇനി നമ്മുടെ കണക്കിൽ കൊച്ചിയുടെ പേരെന്താണ്? കൊച്ചി AF, ഏജ് ഫ്രണ്ട്ലി കൊച്ചി. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെ? മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ വേദിക് ക്ലോക്ക്. നമ്മുടെ രാജ്യം, നമ്മളുടെ പഴയ വേദിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വേദഘടികാരം പുതിയതായി നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു. എവിടെ? മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ ഗായിക എന്ന് പറയുന്നൊരു പഴയ സിനിമാ പാട്ടുണ്ട്. കേട്ടിട്ടുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക എന്ന് പറയുന്ന പാട്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഉജ്ജയിനിയിലെ വേദിക് ക്ലോക്ക് എന്ന് പഠിച്ചു വെക്കണം. ഉജ്ജയിനിയിലെ ഗായികയല്ല, ഉജ്ജയിനിയിലെ വേദിക് ക്ലോക്ക്. പരീക്ഷയ്ക്ക് വന്നാൽ പോകരുത്. 2022 ഫീച്ചർ ഫോട്ടോഗ്രാഫിക്കുള്ള പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി സന്ന ഇർഷത്ത് മട്ടു. അടുത്ത ചോദ്യം. കേരള മീഡിയ അക്കാദമിയുടെ 2023 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയതാര്? സന്ന ഇർഷത്ത് മട്ടു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു പുലിക്കുട്ടിയുടെ പേരാണ് സന്ന ഇർഷത്ത് മട്ടു. ലോകമറിയപ്പെടുന്ന പ്രസ് ഫോട്ടോഗ്രാഫറാണ് സന്ന ഇർഷത്ത് മട്ടു. റിസ്ക് എടുത്ത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പേരാണ് സന്ന ഇർഷത്ത് മട്ടു. അവർക്കാണ് 2022 ഫീച്ചർ ഫോട്ടോഗ്രാഫിക്കുള്ള പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചത്. 2022. 2023 കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസും ആർക്ക് ലഭിച്ചു? സന്ന ഇർഷത്ത് മട്ടുവിന് ലഭിച്ചു. നമ്മൾ കൊടുക്കുന്നൊരു കോഡുണ്ട്, പുലിപ്പ് കോഡ്. സന്ന PP മട്ടും മീഡിയ പുലി. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സന്ന PP മട്ടും മീഡിയ പുലി. സന്ന PP എന്ന് പറഞ്ഞാൽ സന്ന പ്രസ് ഫോട്ടോഗ്രാഫർ. മട്ടും എന്ന് പറഞ്ഞാൽ മട്ടു, സന്ന ഇർഷത്ത് മട്ടുവിൻ്റെ മട്ടു. സന്ന PP മട്ടും മീഡിയ പുലി. മീഡിയ എന്ന് പറഞ്ഞാൽ മീഡിയ അക്കാദമിയുടെ 2023 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ ആൾ സന്ന ഇർഷത്ത് മട്ടു. പുലി മീൻസ് 2022 പുലിറ്റ്സർ പ്രൈസ് നേടിയ ഫീച്ചർ ഫോട്ടോഗ്രാഫിക്ക് പുലിറ്റ്സർ പ്രൈസ് നേടിയ ഇന്ത്യക്കാരുടെ പേര് സന്ന ഇർഷത്ത് മട്ടു. മറക്കമട്ടു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചതാര്? കൊച്ചിൻ ഷിപ്പ്യാർഡ് H2. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോട്ട് നിർമ്മിച്ചു. ഹൈഡ്രജൻ ബോട്ട് ആരാണ്? നമ്മളുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മൾ ആ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു പുതിയ പേര് കൊടുത്തിരിക്കുന്നു, കൊച്ചിൻ ഷിപ്പ്യാർഡ് H2. H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പഠിച്ചു വെക്കുക, കൊച്ചിൻ ഷിപ്പ്യാർഡ് H2. അടുത്ത ചോദ്യം. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ
2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ജയന്ത് മൂർത്തി. നമ്മളുടെ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേരാണ് 2005 EX-296 എന്ന് പറയുന്ന ചിഹ്നഗ്രഹത്തിന്, സൗരയൂഥത്തിൽ ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് നമ്മളുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേരാണ്. മറന്നു പോയിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പഠിക്കാം. EX മൂർത്തി. EX-296 ഏത് പേര് കൊടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത് EX-296. അപ്പോൾ നമ്മൾ മറന്നു പോയിരിക്കാൻ വേണ്ടി എങ്ങനെ പഠിക്കുന്നു? നമ്മളെങ്ങനെ പഠിക്കുന്നു? EX മൂർത്തി. EX മൂർത്തി മീൻസ് EX-296 മൂർത്തി. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത്ത് പുരസ്കാരം നേടിയതായിരുന്നു ജോൺ ബ്രിട്ടാസ്. നമുക്കറിയാം, കൈരളി TV-യുടെ മാനേജിംഗ് ഡയറക്ടറും രാജ്യസഭാംഗവുമായ നമ്മുടെ ജോൺ ബ്രിട്ടാസിനാണ് 2023 മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ആളാണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, എന്താണ് ലോക്മത്ത് പുരസ്കാരം 2023 ജോൺ ബ്രിട്ടാസ്. അടുത്ത ചോദ്യം, 2025 അവസാനത്തോടെ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. 2025 അവസാനത്തോടെ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ ഗഗൻയാൻ പദ്ധതി. ആ ഗഗൻയാൻ പദ്ധതി നമ്മൾ ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത് 2025 അവസാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 4 പേരിൽ ഒരാൾ മലയാളിയാണ്. അദ്ദേഹം പാലക്കാട് നെന്മാർ സ്വദേശിയാണ്. പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? പ്രശാന്ത് നായർ എന്നാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, പ്രശാന്ത് നായർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരാളാണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ പഠിക്കുന്നു? ഗയാ പ്രശാന്ത്. ഇതാണ് നമ്മുടെ കോഡ്, ഗയാ പ്രശാന്ത്. നമ്മൾ പഠിക്കുന്നത് പ്രശാന്ത് നായർ എന്നല്ല, പകരം ഗയാ പ്രശാന്ത്. ഗയാ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഗഗൻയാൻ പ്രശാന്ത്. ഗഗൻയാൻ പ്രശാന്ത് മറക്കരുത്. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ, 1984 ഏപ്രിൽ 3. രാകേഷ് ശർമ്മ ഗഗൻയാൻ പദ്ധതിയുമായി കണക്ട് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ, സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മ. അടുത്ത ചോദ്യം അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്, രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത് എന്ന്? 1984 ഏപ്രിൽ 3. ഇനി ഇത് മറന്നു പോയിരിക്കുമ്പോൾ നമ്മൾ കോഡ് തരുന്നില്ല, കോഡൊന്ന് പഠിച്ചോണം. ഇതാണ് രാകേഷ് ഇന്ദിര ശർമ്മ. അപ്പോൾ നമ്മൾ ഈ രാകേഷ് ശർമ്മയെ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? രാകേഷ് ഇന്ദിര ശർമ്മ എന്ന് പഠിക്കണം. കാരണം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതെന്ന് എന്ന ചോദ്യം മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആരും ഒരു കാലത്തും മറന്നു പോകാൻ പാടില്ല. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെട്ടത്. 1984 ഒക്ടോബർ 31, അത് മറക്കാൻ പാടില്ല. അത് നമ്മൾ ഇതുപോലെ ലിങ്ക് ചെയ്ത് പഠിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധം 1984. ഇനി അതുമായി ലിങ്ക് ചെയ്ത് മറ്റു ചോദ്യം കൂടെ വരാം. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി. അവർ വധിക്കപ്പെട്ടത് ഒക്ടോബർ 31. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത് ഏപ്രിൽ 3, 1984. ഓക്കെ. വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. നമ്മുടെ രാജ്യത്ത് മധ്യപ്രദേശിൽ വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദ്യം, ഏത് സംസ്ഥാനം എന്നാണ്? ഉത്തരം മധ്യപ്രദേശ്. ഓർത്തിരിക്കുക, ബാഗ്ലെസ് MP. ഇതാണ് കോഡ്, ബാഗ്ലെസ് MP. ബാഗ്ലെസ് MP എന്ന് പഠിച്ചോണം, കുഴപ്പമില്ല, അവിടെ നിന്നുള്ളൂ. അടുത്തത്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് KYC. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇന്ത്യയിലെ വോട്ടർമാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് KYC. KYC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം.
ബാങ്കിലൊക്കെ നമ്മൾ എപ്പോൾ ചെന്നാലും എന്ത് പറയും? KYC വേണം. ബാങ്കിലെ KYCയുടെ അർത്ഥം നോ യുവർ കസ്റ്റമർ. നിങ്ങളുടെ കസ്റ്റമറെ അറിയാൻ വേണ്ടിയുള്ളതാണ് നോ യുവർ കസ്റ്റമർ. ഇവിടെ എന്താണ്? നോ യുവർ കാൻഡിഡേറ്റ്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ അറിയുക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് വിജയികൾ ആരെല്ലാം? രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൻ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞു ടെന്നീസ്. വിജയി ആരാണ്? നമ്മുടെ അഭിമാനമായ രോഹൻ ബൊപ്പണ്ണ. 43-ാമത്തെ വയസ്സിൽ ലോക റാങ്കിങ്ങിൽ ഡബിൾസിൽ 1-ാം സ്ഥാനക്കാരനായി മാറിയ നമ്മുടെ അഭിമാന താരത്തിൻ്റെ പേരാണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയ്ക്ക് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് ചാമ്പ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച ഓസ്ട്രേലിയൻ ടെന്നീസ് പ്ലെയറുടെ പേരാണ് മാത്യു എബ്ദൻ. മാത്യു എബ്ദനും രോഹൻ ബൊപ്പണ്ണയും ചേർന്നാണ് എന്ത് നേടിയത്? നമ്മുടെ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത്. ഓ ബൊപ്പണ്ണ, ഇതാണ് നമ്മുടെ കോഡ്. ഓ ബൊപ്പണ്ണ, ഓ ബൊപ്പണ്ണ എന്ന് പഠിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ബൊപ്പണ്ണയ്ക്ക്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ബൊപ്പണ്ണയുടെ സഹതാരം മാത്യു എബ്ദൻ. ഓസ്ട്രേലിയൻ ഓപ്പണിൽ നമ്മുടെ രോഹൻ ബൊപ്പണ്ണയ്ക്കൊപ്പം കളിച്ച ഓസ്ട്രേലിയൻ താരത്തിൻ്റെ പേരെന്ത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്യു എബ്ദൻ. മാത്യു കളിക്കിടയിൽ ബൊപ്പണ്ണ വിളിക്കുന്നതാണ് മാത്യു എ. അങ്ങനെ ഓർത്തിക്കുക. മാത്യു എബ്ദൻ, അദ്ദേഹത്തിൻ്റെ പേര് മാത്യു എബ്ദൻ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് നൽകുക എന്ന ലക്ഷ്യത്തോടെ പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സംസ്ഥാന പദ്ധതി ഏത്? സ്നേഹഹസ്തം. രാധയും വീണയും കൂടി ആദിവാസി പെൺകുട്ടിക്ക് സ്നേഹഹസ്തം നൽകുന്നു. ആദിവാസി സമൂഹത്തിന് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പട്ടികവർഗ വകുപ്പും കേരള ആരോഗ്യ വകുപ്പും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരാണ് സ്നേഹഹസ്തം. ഒരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? സ്നേഹഹസ്തം നൽകുന്നു. ആരൊക്കെ? രാധയും വീണയും കൂടി ആദിവാസി പെൺകുട്ടിക്ക് സ്നേഹഹസ്തം നൽകുന്നു. നിങ്ങളുടെ മനസ്സിൽ പതിക്കേണ്ട ചിത്രം ഇതാണ്. ഒരു ആദിവാസി പെൺകുട്ടിക്ക്, രാധ എന്ന് പറഞ്ഞാൽ കെ രാധാകൃഷ്ണൻ, നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ നിലവിലെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണനും വീണ എന്ന് പറഞ്ഞാൽ വീണ ജോർജ് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. വീണ ജോർജും കെ രാധാകൃഷ്ണനും കൂടി ആദിവാസി പെൺകുട്ടിക്ക് സ്നേഹഹസ്തം നൽകുന്നു. പദ്ധതിയുടെ പേര് മറക്കരുത്, സ്നേഹഹസ്തം. ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് കോഴിക്കോട് കാപ്പാട്. ഗാമമണ്ണിൽ നീലപ്പതാക. ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ബ്ലൂ ഫ്ലാഗ്. അത് ലഭിച്ച നമ്മുടെ ബീച്ചിൻ്റെ പേരാണ് കാപ്പാട്, കോഴിക്കോട്. എല്ലാവർക്കും അറിയാമായിരിക്കും. വാസ്കോഡി ഗാമ വന്നിറങ്ങിയതാണ് ഇവിടെ കാപ്പാട് കടപ്പുറം. അതാണ് കാപ്പാട് ബീച്ച്. നമ്മുടെ കോഡ് ഇതാണ്, ഗാമമണ്ണിൽ നീലപ്പതാക. ഗാമമണ്ണിൽ നീലപ്പതാക. ഇതൊന്ന് പഠിച്ചു നോക്കണം. ഏത് കോഡ്? ഗാമമണ്ണിൽ നീലപ്പതാക. ഗാമമണ്ണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? കാപ്പാട്. അവിടെയാണ് വാസ്കോഡ ഗാമ 1498 വന്ന് ഇറങ്ങി. യൂറോപ്യൻ്റെ ആദ്യത്തെ വരവ് പോർച്ചുഗീസ്. അപ്പോൾ അവിടെ എന്താണ്? നീലപ്പതാക, ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നു, കാപ്പാട്. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയെ നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ അറിഞ്ഞേ പറ്റൂ. അതൊരു ചരിത്ര പുരുഷൻ്റെ പേരാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ താരത്തിൻ്റെ പേരാണ് അഭിനവ് ബിന്ദ്ര. 2008 ആ 2008 സ്വർണ്ണ മെഡൽ നേടിയ അഭിനവ് ബിന്ദ്രയാണ് 24 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഷൂട്ടിംഗ് താരമാണ്. 100% യോഗ്യനായ വ്യക്തിയാണ് അഭിനവ് ബിന്ദ്ര. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ്
മാർച്ച് മാസത്തിൽ സ്വന്തമാക്കിയ വ്യക്തി ഒലേഗ് കൊണോനെൻകോ. റഷ്യയുടെ ബഹിരാകാശ യാത്രികനായ ഒലേഗ് കൊണോനെൻകോ അദ്ദേഹം ഈ മാർച്ച് മാസത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ പേര് ഒലേഗ് കൊണോനെൻകോ. 1000 ദിവസങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? ബഹിരാകാശത്ത് താമസിച്ചിരിക്കുന്നു. അങ്ങനെ വലിയൊരു റെക്കോർഡ് ഉടമയാണ് ഒലേഗ് കൊണോനെൻകോ. നമ്മൾ ആ കൊണോനെൻകോ എന്ന് പറയുന്ന ഭാഗം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അതിമനോഹരമായ ഒരു കോഡിലേക്ക് എത്തുകയാണ്. കോ നൻ കോ. കൊണോനെൻകോ എന്നുള്ള പേര് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ പേര് കിട്ടുന്നതാണ് ഖോ നൻ ഖോ. പഠിച്ചിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഖോ നൻ ഖോ അദ്ദേഹമാണ് ഇപ്പോഴത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എൻ. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി അധികാരത്തിലേറി. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഷഹബാസ് ഷെരീഫ് എന്നാണ്. ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ചുരുക്കി പഠിക്കുന്നു. ഷെരീഫ്. ഷഹബാസ് ഷെരീഫിനെ ശക്കര ചുരുക്കി പഠിക്കുന്നു. ഷെരീഫ്. മറന്നു പോകത്തില്ല. ഷെരീഫ്. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ്. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുന്നു ഫ്രാൻസ്. ലോകത്തെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ്. നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇന്ത്യ രാജ്യം നമ്മുടെ ഭരണഘടനയിൽ സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം ഇത് മൂന്നും കടം കൊണ്ടത് എവിടെ നിന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ഫ്രാൻസാണ്. സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഫ്രാൻസ്. ആ ഫ്രാൻസിലാണ് ഈ പുതിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഗർഭചിത്രം സ്ത്രീകൾക്ക് ഭരണഘടനാപരമായ അവകാശമാക്കിയിരിക്കുന്നു. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെ? കൊൽക്കത്ത. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്? കൊൽക്കത്തയിലാണ്. ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത. നമുക്കറിയാം ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഹൂഗ്ലി നദിയിലാണ് എന്ത് അണ്ടർ വാട്ടർ മെട്രോ ടണൽ നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഒരു ചോദ്യം അങ്ങോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? ആദ്യത്തെ മെട്രോ കൊൽക്കത്ത മെട്രോയാണ്. ആദ്യത്തെ മെട്രോയിലാണ് എന്ത് ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ. ആദ്യത്തെ മെട്രോയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർച്ച് 2024 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ പഠിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് നേടണം? ജോലി നേടണം. ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.